ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നേന്ത്രപ്പഴമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡബിൾ ഇരട്ടിയായിട്ട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളമുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ശർക്കര ഇടാൻ പാടുള്ളൂ. അപ്പോൾ ശർക്കരക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്ര അളവിലാണോ ശർക്കര എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല കട്ടിയായിട്ട് കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ശർക്കരപ്പാനിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിലത്തെ ശർക്കരയൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ അല്പം ഇങ്ങനത്തെ എന്താ പറയുക, കുറച്ച് കരടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കുറച്ച് ചെറിയ ചെറിയ ഇങ്ങനെ പുല്ല് പോലത്തെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ശർക്കരപ്പാനി ആക്കിയതിന് ശേഷം ഒന്ന് ഊറ്റി അല്ലെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കര നല്ല ഹൈ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കിന്നിവിടെ അരിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് കാണുന്നത്. ഇതിനകത്ത് ഇച്ചിരി കരടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതിലത്തെ ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ശർക്കര ഈ ഒരു കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം നമുക്ക് പഴമൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ബേസ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പഴുത്ത നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഏറ്റവും പഴുപ്പ് കൂടിയതാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല രുചിയോടെ കൂടെ കിട്ടും. ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് വലിയ പഴുപ്പ് കൂടിയ പഴമൊന്നുമല്ല, അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന അളവെല്ലാം ഒരു പഴത്തിൻ്റെ, അതായത് ഒരു സാധാരണ നേന്ത്രപ്പഴം വലുപ്പത്തിൻ്റെ അളവിലുള്ളതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി അത്രയും വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കതൊരു 1/4 കപ്പോളം കുറയ്ക്കാം. ഇനി ശർക്കരപ്പാനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെരുകിയ തേങ്ങയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ചെരുവിയ തേങ്ങ ഒരു 1/4 കപ്പോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളമാണോ തേങ്ങയുടെ ആ ഒരു തേങ്ങ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു അത്രയും കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കശുവണ്ടിയാണ്. കശുവണ്ടി നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടണം. അപ്പം ഒന്നില്ലെങ്കിൽ പൊടിയായിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മുഴുവനോട് കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് എന്തായാലും ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളമോ അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ട് 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു നമ്മളിങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിവുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഏലക്കായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയുടെ 2 കുരുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് വീണ്ടും കേട്ടോ. ഞാൻ സത്യത്തിൽ ഏലക്ക ചേർക്കാൻ മറന്നുപോയതാണ്. നമ്മൾ ആ തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത്, അതുപോലെ കശുവണ്ടിയൊക്കെ ചേർക്കുന്ന സമയത്താണ് ഏലക്ക ചേർക്കേണ്ടിയിരുന്നത്. ഞാനത് അന്നേരം ഇടാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇട്ടത് അതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്താൽ മാത്രം മതി, വേറൊന്നും ഇതിനകത്ത് ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ അരിപ്പൊടി, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു കപ്പോളം വെള്ളം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചിലപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് വരും. അന്നേരം നമുക്കത് കറക്റ്റായിട്ട് വരത്തില്ല. ഇതൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ ഒരു ഇത്രയും പഴത്തിന് എത്ര കൺസിസ്റ്റൻസി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുക. കാരണം നമ്മളെടുക്കുന്ന ശർക്കരപ്പാനി, അതിൻ്റെ ഒരു തിക്നെസ്, അതുപോലെ ഈ പഴം, ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 1-2 തവണ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് കൊണ്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. അത് എത്തുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ ആ കൺസിസ്റ്റൻസി. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. നമുക്ക് അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കൈ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആവിയിൽ വേവിക്കാൻ നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഞാനിന്ന് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീമറിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തും കോരി ഒഴിച്ച് നമുക്കിതുപോലെ ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ അല്പം നെയ്യാണ് ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നത്, നമ്മളൊന്ന് തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളമുള്ള ഈ ഒരു ഈ ഒരു മിക്സ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ ചെയ്യാം. അതായത് ഞാൻ ഇപ്പം കശുവണ്ടിയും തേങ്ങ ഞാൻ വെറുതെ അങ്ങ് ഇടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു പാത്രത്തിനകത്ത് നെയ്യ് ഒഴിച്ച് അതിനകത്ത് ഈ ഒരു പഴം, തേങ്ങ, കശുവണ്ടി, ഏലക്ക ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് മിക്സിയിൽ അടിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിന് രുചി കൂടും. എന്നിട്ട് ശർക്കരപ്പാനിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡബിൾ ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് കുറച്ച് ഈ ഒരു രീതിയിൽ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വേണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇന്നിവിടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് തട്ടിലൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും ഒരു കുട്ടി ഇഡ്ഡലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ടുപോരും. ഞാനിത് ചൂടാറേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ അടുത്ത അതേ ചൂടോട് കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഒരു ഇഡ്ഡലി ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ചൂടോടെ കൂടെ കഴിക്കണം കേട്ടോ. ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് ഇത് നമുക്ക് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.